കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ, ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. നിൻ്റെ ഡ്രസ്സുകളെ ആശീർവദിക്കുന്നു. നീ ഇന്ന് കർത്താവ് നിനക്ക് നീ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻറ്റ്സുകളും കർത്താവ് ആശീർവദിക്കട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അനുഗത്തോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ നിൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, അവർ തരുമോ ഇല്ലയോ എന്നുള്ള വിഷമങ്ങൾ, ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ, പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ, വിവാഹ സമ്മതത്തിന് വേണ്ടി പോണവർ, ജീവിത പങ്കാളെ കാണാൻ വേണ്ടി പോകുന്നവർ, നിൻ്റെ കാഴ്ചകൾ, സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു. പണത്തിന് വേണ്ടി പോകുന്നവർ, പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, വീട് വെക്കാൻ പോകുന്നവർ, വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ, എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവവൈതലെ നീ പോകുന്നു. എൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാണ് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടെ. കേരളത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മുടെ സാമൂഹ്യ പൊതുബോധത്തെ ഇന്നോവേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനായിരുന്നു ഈ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അയാളുടെ വിശ്വാസം എന്ത് തന്നെയായാലും അയാളുടെ സമൂഹത്തിൻ്റെ ആശാസ്യമല്ലാത്ത ചില നിലപാടുകളെ അദ്ദേഹം വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് അതിനെ മനുഷ്യോചിതമായി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. ഇദ്ദേഹത്തെക്കുറിച്ച് ശാന്തിവിളയെന്നും പറഞ്ഞൊരു സിനിമാ പ്രവർത്തകൻ, എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അറിയത്തില്ല, ഞാൻ പണ്ടങ്ങ് കേട്ടതാണ്, ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചത് ദൈവരാജ്യമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നോട്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ ഇദ്ദേഹത്തിന് കുറേ പൈസ ഒരു നിർമ്മിതാവ് XY ആരോ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഗുണ്ട ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ 15 ലക്ഷം രൂപയാണ്, അത് ഞാൻ വാങ്ങിച്ചു തരാം. അപ്പം അത് പകുതി 50-50 ആണ്. അപ്പം എനിക്ക് കിട്ടാക്കിടന്ന കാശാണ്, അത് ഇത്രയെങ്കിലും കിട്ടി അത്രയും നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞു. എത്ര വിഷയമായാലും ലോകത്തിലെ മനുഷ്യർ അവരെന്ത് മൂല്യനിർണ്ണയങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അവരുടേതായിട്ടുള്ള സ്വാഭാവികമായിട്ട് സ്വകാര്യ വിഷയങ്ങൾ വരുമ്പോൾ അവർ ലോകത്തിൻ്റെ മെഷീനറി ഉപയോഗിക്കും. അതൊന്നും നമുക്ക് ആശാസ്യമല്ല, അതൊക്കെ ബ്രാക്കറ്റിൽ കിടക്കട്ടെ. പക്ഷേ ആ രീതി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് എന്നിട്ട് നീ പൈസ വാങ്ങിച്ചോ, പകുതി എനിക്കും പകുതി നിനക്കും എന്നൊക്കെ പറഞ്ഞു.
പക്ഷെ പിന്നീട് പൈസയെക്കുറിച്ചൊരു അറിവില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ ഗുണ്ടയെ കാണും. പറഞ്ഞ്, നീ ആ പൈസ വാങ്ങിച്ചില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എൻ്റെ കാശ് ഞാൻ വാങ്ങിച്ചു. അതാണ് വിഷയം. ആ 50-50 പറഞ്ഞതിൻ്റെ 50 ഗുണ്ടായിസം കാണിച്ച പുള്ളി വാങ്ങിച്ചെടുത്ത്, മറ്റേ കാശ് അപ്പം കിട്ടിയിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തോട് പലപ്പോഴും ഇടപെടുന്ന രീതി ഇതാണ്. ഈ രീതി ഇങ്ങനെയാണെന്നുള്ളത് ഈശോയ്ക്ക് നല്ലോണം അറിയാൻ വരും. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതിനുശേഷം ഇപ്പോൾ മനുഷ്യന്മാർ ചെയ്യണത് ആദ്യം അവൻ്റെ കാര്യം, അതിനുശേഷമാണ് താൻ ആർക്ക് വേണ്ടിയാണോ ആ ജോലി എടുത്തത് അവൻ്റെ കാര്യം സെക്കൻഡ്. അപ്പോൾ ഇത് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്നറിയാം, ഈ പ്രയോറിറ്റി അറിയാവുന്നതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവരാജ്യത്തെയും അങ്ങനെ അത് മനസ്സിലാക്കണ്ടേ. 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിലായാലും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പോർഷൻ ദൈവത്തിൻ്റെ കാര്യം. ഇപ്പം ചില പറയും അടയാളം കാണട്ടെ, ജോലി കിട്ടട്ടെ, വിവാഹം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയ ജീവിതം അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ അത് ഈ മറുത്ത് പറഞ്ഞ ഗുണ്ടയുടെ അവസ്ഥയാണ്. ഈ സ്വയം ഗുണ്ടയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവതരിച്ച് സ്വയം അപഹാസ്യനാകരുത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ അറ്റ് എനി കോസ്റ്റ് ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ആ വിഷയത്തിന് തീരുമാനം ആദ്യം ഉണ്ടാകും.